ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? പ്രോബ്ലം we are doing problem for section first floor applied for a steady state. ഓക്കെ, ആ കണ്ടീഷനിലെ പ്രോബ്ലമാണ് ചെയ്തുകൊണ്ടിരുന്നത്, റൈറ്റ്? സോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ യൂട്യൂബിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ട അഡീഷണൽ ആയിട്ട് അതിൽ വരുന്ന കാണിച്ച പ്രോബ്ലംസ്, വി ഹാഡ് ഡൺ പ്രോബ്ലംസ് ഫോർ ടർബൈൻ ഓൺലി. സ്റ്റീം ടർബൈൻ പ്രോബ്ലംസ് ആണ് 2 പ്രോബ്ലം ചെയ്തത് അല്ലേ? സ്റ്റീം ടർബൈൻ പ്രോബ്ലംസ് ആണ് ചെയ്തത്. സോ വി ഹാഡ് ടേക്കൺ ഓൺലി ദി ഇക്വേഷൻ ഫോർ എ സ്റ്റീം ടർബൈൻ ഓൺലി. ഓക്കെ, സോ ഫോർ more problems are there dealing with nozzles, compressors, centrifugal compressors, etc etc etc. പിന്നെ ഒന്നിനും പെടാതെ, അതായത് ക്വസ്റ്റ്യൻ ബി ആസ്ക് ലൈക്ക് ദാറ്റ്, അതായത് ഒരു കംപ്രസർ ആണെന്നും പറയില്ല, റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ ആണെന്നും പറയില്ല, ഒന്നും പറയാതെ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നും പറയാതെ ജസ്റ്റ്, അപ്പം നമ്മൾ അവിടെ എടുക്കേണ്ടത് SFE ഇക്വേഷൻ മാത്രമാണ്. ഓക്കെ, നമ്മൾ ഇപ്പം സെൻട്രിഫ്യൂഗൽ കംപ്രസർ കൺസിസ്റ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് സെൻട്രിഫ്യൂഗൽ കംപ്രസറിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ആസ്ക്ഡ് ബൈ എ സ്റ്റീം ടർബൈൻ ആണെങ്കിൽ എടുക്കേണ്ടത് സ്റ്റീം ടർബൈൻ്റെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? സോ excuse me, 1 minute. ഓക്കെ, ശരി, കോൾ വന്നാണ്. അപ്പോൾ സെഡ് ദാറ്റ് അങ്ങനെയും ചോദിക്കാം, അതായത് ഒന്നും ചോദിക്കാതെ മെഷീൻ്റെ പേരോ കാര്യങ്ങളൊന്നും പറയാതെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അവിടെ നിങ്ങൾ എടുക്കേണ്ടത് ടോട്ടൽ ഇക്വേഷൻ, SFE ഇക്വേഷൻ മാത്രമാണ്. ഒന്നും ചോദിച്ചില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ആ ടോട്ടൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ടോട്ടൽ ഇക്വേഷൻ ആണ് ഓരോ പ്രോബ്ലത്തിൽ എടുക്കുന്നത്. പക്ഷെ എന്താ പറ്റുന്നത്, ഓരോ പർട്ടിക്കുലർ കംപ്രസർ എന്ന് പറയുമ്പോൾ അതിൽ Q0 മറ്റേ 0 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇക്വേഷൻ റെഡ്യൂസ് ആയി വരുന്നത്. ഓക്കെ, ശരി. ഓക്കെ, സോറി, കണക്ഷൻ പ്രോബ്ലം. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ശരി, അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് ഞാൻ യൂട്യൂബിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് അഡീഷണൽ പ്രോബ്ലം ചെയ്തിട്ടില്ല, പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ടെക്സ്റ്റിലെ പ്രോബ്ലംസ് PDF ആയിട്ട് ഞാൻ ഇതിലേക്ക് കാണിച്ച് ടെക്സ്റ്റ് ബുക്ക് കാണിച്ചിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രോബ്ലം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അല്ല എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ പ്രോബ്ലം എങ്ങനെ വർക്ക്, നോസിലെ പ്രോബ്ലം ഇതിലെ കാര്യം നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇന്നലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഞാൻ നോട്ടിഫൈ ചെയ്യാൻ വിട്ടുപോയി. സോ എവരി വൺ മസ്റ്റ് വാച്ച്, അത് കാണണം. കണ്ടിട്ട് അഡീഷണൽ പ്രോബ്ലം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലമാണ്, അത് ഫോഴ്സ് ചെയ്തിട്ടുള്ള ആ പ്രോബ്ലം എഴുതി എടുത്തിരിക്കുന്നത് നോട്ട് ചെയ്യാം. അത് കൂടാതെ ഞാൻ PDF ആയി നോട്ട് തരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആ പ്രോബ്ലമൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇന്നോ നാളെ വരെ ഞാൻ PDF ആയിട്ടുള്ള നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇൻബേസിൽ. അപ്പോൾ അതിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ എന്നാലും നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, സോ അതാണ് കഴിഞ്ഞ സെക്ഷൻ്റെ അവസാനത്ത് ഞാൻ പറഞ്ഞു തന്നത്. വീഡിയോ ചെയ്തിട്ടാൽ ബാക്കി അഡീഷണൽ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അഡീഷണൽ പ്രോബ്ലംസ് പറഞ്ഞിട്ടൊരു വീഡിയോ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ ക്ലാസ്സിൽ പോയി നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ, നമ്മുടെ പ്ലേലിസ്റ്റ് പോയി എടുത്ത് നോക്കി കാണാൻ പറ്റും, റൈറ്റ്? സോ ഇന്നത്തെ ക്ലാസ്സിൽ, സോ ഹിയർ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ദാറ്റ് ഈസ്
നമ്മൾ പഠിച്ചിരുന്ന ടോപ്പിക് എന്തൊക്കെയായിരുന്നു വെച്ചാൽ ഫസ്റ്റ് നോൺ ഫ്ലോ പ്രോസസ്, ഫസ്റ്റ് അപ്ലൈഡ് ഫോർ നോൺ ഫ്ലോ പ്രോസസ് പഠിച്ചു. പിന്നെ ദെറാഫ്റ്റർ വി ആർ കമ്മിങ് ടു എ ഫ്ലോ പ്രോസസ്. ഫ്ലോ പ്രോസസ് 2 ടൈപ്പ് ഉണ്ട്. വി ആർ സ്റ്റഡി ഫ്ലോ, അതായത് SFF ഇക്വേഷൻ വെച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി പഠിക്കണം നോൺ സ്റ്റഡി ഫ്ലോ, ദാറ്റ് ഈസ് ട്രാൻസിയന്റ് ഫ്ലോ പ്രോസസ് ഓർ അൺസ്റ്റഡി. ട്രാൻസിയന്റ് ഫ്ലോ പ്രോസസ്, ട്രാൻസിയന്റ് എന്നാണ് അൺസ്റ്റഡി ഫ്ലോസിന്റെ പേര്. ട്രാൻസിയന്റ് അൺസ്റ്റഡി ഫ്ലോ, unsteady flow process. Okay, so it is just opposite of a steady flow. Steady flow is just opposite. Steady flow നമ്മൾ എന്താ പറഞ്ഞത്? Steady flow പറഞ്ഞത് mass entering or total energy entering equal total mass leaving അല്ലേ? Total energy entering equal total energy leaving or total mass entering equal total mass leaving. അങ്ങനെ ഒരു കൺസിഡർ ചെയ്ത് നമ്മളത് എന്ത് ചെയ്തത്? ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത് എഴുതിയത് അല്ലേ? h1 plus e1 square by 2 equal to നമുക്ക് h2 plus എന്നൊക്കെ എഴുതിയത് എന്തിന്റെ ബേസിലാണ്? എന്തിന്റെ ബേസിലാണ്? നമ്മൾ ആ ഒരു ഈ രീതിയിൽ ഓക്കെ, ക്ലാസ് കാണുന്നുണ്ടോ നിങ്ങൾ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ക്ലാസ്സിൽ? കണക്ഷൻ പ്രോബ്ലം ഉണ്ടോ? എനിവൺ? കണക്ഷൻ പ്രോബ്ലം ഉണ്ടോ? കേൾക്കാത്ത പ്രശ്നങ്ങളുണ്ടോ? കാണുന്നുണ്ട്. ക്ലിയറിന്റെ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല സാർ. ഇല്ല അല്ലേ? അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ അതിന് പേഴ്സണലായിട്ട് അറിയിക്കണം. അത് കട്ടാവുന്നുണ്ട്. ഓക്കെ, ഞാനത് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. സോറി. ഓക്കെ, ഡൺ. ശരി, വേണമെന്ന് വിചാരിക്കുന്നു. സോ അൺസ്റ്റഡി ഫ്ലോ പ്രോസസ്. അപ്പോൾ അൺസ്റ്റഡിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് സ്റ്റഡി ഫ്ലോ അല്ലേ? ദാറ്റ് ഈസ് ഹിയർ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് സ്റ്റഡി ഫ്ലോ, ദാറ്റ് ഈസ് ഫ്ലോ പ്രോസസ് തന്നെ, പക്ഷേ ടോട്ടൽ മാസ് എന്തറിങ് ഇക്വൽ നോട്ട് ഈക്വൽ ടോട്ടൽ മാസ് ലീവിങ്. ഓക്കെ, അതെന്താണ്? ടൈമിനനുസരിച്ചിട്ട് കൺവേർട്ട് ചെയ്യും. ടൈമിനനുസരിച്ച് സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമിന് കണക്കായിട്ട് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ടൈമിന് കണക്കായിട്ട് അല്ലെങ്കിൽ ടൈം എടുത്താൽ ഒരു ഫ്ലോന്റെ ഈ ടൈമിനുള്ള പ്രോപ്പർട്ടി ഈക്വൽ ടു ഈ ടൈമിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. അതാണ് സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ. ഒരു പോയിന്റ് മാറി വേറെ പോയിന്റിലേക്ക് വരുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഒരു ടൈം മാറി ആദ്യം ഇവിടെയാണുള്ളത്. സോ ടൈം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പ്രോസസ് മുഴുവൻ കൂടി ഫ്ലോ ഇവിടെ എത്തി വരിക. 10 മിനിറ്റ് കഴിഞ്ഞാൽ പ്രോസസ് ഇവിടെ എത്തിക്കഴിഞ്ഞാലും പ്രോപ്പർട്ടീസിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ പ്രോപ്പർട്ടി ഓഫ് ദി പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഡസൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം മാറുന്ന കണക്കായിട്ട് പ്രോപ്പർട്ടികൾ ചേഞ്ച് വരുന്നില്ല. അതാണ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ടൈം മാറുന്നതിനൊക്കെ പ്രോപ്പർട്ടി വേരീസ് വിത്ത് ടൈം. ഓക്കെ, അതാണ് അൺസ്റ്റഡി ഫ്ലോ. ഓക്കെ, unsteady flow. Okay, here the rate of അല്ലെങ്കിൽ total mass, rate of mass transfer, rate of energy transfer or mass transfer, energy transfer or mass transfer between inlet and outlet is not same അല്ലേ? between അല്ലെങ്കിൽ into or out, between എന്ന് പറയാൻ പാടില്ല. entering or leaving, entering and leaving is not the same. Okay, അപ്പോൾ ചേഞ്ച് വരുന്നുണ്ട്. സോ unsteady flow എന്താണ് മനസ്സിലാക്കുക? This is still opposite of a steady flow, that is here flow is happening here, but the total mass entering is not equal to total mass leaving. Okay, because it is unsteady flow. Unsteady flow means that the properties change with respect to change of time. Okay, അതാണ് കാര്യം. ശരി, so there are two examples denoting a particular transient flow and unsteady flow. നമ്മൾ രണ്ട് ടൈപ്പിലാണ് നമ്മൾ ഈ പ്രോബ്ലം ഈ റീജൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് filling a tank. Second one is emptying a tank. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കുന്നതും ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കളയുന്നതും രണ്ടും
അൺസ്റ്റഡി ഫ്ലോ ആണ് അല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്ററിങ് ലീവിങ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഫ്ലോ നടക്കുന്നുണ്ട് അല്ലേ. ഫ്ലോ ഈസ് ദർ ബട്ട് നോട്ട് എൻ്ററിങ് ലീവിങ് ഒന്നും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. സോ ഒരു വൺ ഡയമെൻഷൻ ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് ഫ്ലോ നടക്കുന്നത്. സോ അതിൽ കാര്യം തന്നെ അതിൽ വിത്ത് റെസ്പെക്ട് ടൈം, കാരണം ഒരു ടൈമിൽ വരുന്ന ഫോഴ്സ് ആയിരിക്കില്ല പിന്നെയും വരുന്നുണ്ടാവുക. ഒരേപോലെ സ്പീഡിൽ അകത്തേക്ക് വെള്ളം കയറണമെന്നില്ല, നമ്മൾ ഒഴിക്കുന്ന പോലെയാണ്. ഫില്ലിങ് എ ടാങ്ക് ആൻഡ് എംപ്റ്റിങ് എ ടാങ്ക്. എംപ്റ്റിങ് എ ടാങ്കും വ്യത്യാസം ഉണ്ടാവും. സോ എംപ്റ്റിങ് എ ടാങ്ക്, ഫില്ലിങ് എ ടാങ്ക്, വി ക്യാൻ ടേക്ക് ഇറ്റ് എക്സാമ്പിൾ ഫോർ ട്രാൻസിന് ഫ്ലോ ഓർ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫില്ലിങ് എ ടാങ്ക് എടുത്തു. ഫില്ലിങ് എ ടാങ്ക്, രണ്ട് ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്യാനുണ്ട്. ഡെറൈവ് ചെയ്യാനല്ല, ചെറിയൊരു അര പേജ് ഒരു പേജ് ഡെറിവേഷൻ, ചെറിയ ഫില്ലിങ് എ ടാങ്കിനും എംപ്റ്റിങ് എ ടാങ്കിനും. സോ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. സോ അത് മറ്റേത് ഇക്വേഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എഴുതിയാൽ മതി. സോ ഫസ്റ്റ് വി ക്യാൻ ഡെറൈവ് എ ഫില്ലിങ് എ ടാങ്ക്. എക്സാമ്പിൾ ഫില്ലിങ് എ ടാങ്ക്. ഫില്ലിങ് എ ടാങ്ക്, ഓക്കെ, ഫില്ലിങ് എ ടാങ്ക്. അതിൽ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് എടുക്കാനുണ്ട്. ഓക്കെ, സോ മെനി പ്രോപ്പർട്ടീസ് യു വാണ്ട് ടു ടേക്ക് ഹിയർ. സോ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കുക. ഇനീഷ്യൽ കണ്ടീഷനും ഫൈനൽ കണ്ടീഷനും എടുക്കുകയാണ്. സോ ഞാൻ ഫിഗറിൽ പ്ലോട്ട് ചെയ്യാം, നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എ ബോട്ടിലാണ്. ബോട്ടിലിൻ്റെ വരുന്ന വാൾ കൂടിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്ററിങ് ഹിയർ ഇൻസൈഡ് ദി പെർട്ടിക്കുലർ ബോട്ടിൽ, ടേക്കിംഗ് ആസ് എ സിസ്റ്റം ആൻഡ് ബൗണ്ടറി സിസ്റ്റമാണ് നമ്മൾ എടുക്കുന്ന ഒരു ബോട്ടിലാണ് സിസ്റ്റം. അപ്പോൾ ചുറ്റുമുള്ള ബൗണ്ടറി നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇതാണ് ബൗണ്ടറി, സിസ്റ്റം ബൗണ്ടറി. സോ വി ആർ കൺസിഡറിങ് ഇനീഷ്യലി കൺസിഡർ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പെർട്ടിക്കുലർ ഈ ബോട്ടിനകത്ത്, ഓക്കെ, ഇനീഷ്യലി ബോട്ടിനകത്ത് പെർട്ടിക്കുലർ പ്രഷറും പെർട്ടിക്കുലർ വോളിയവും അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, പെർട്ടിക്കുലർ സ്പെസിഫിക് വോളിയം, പെർട്ടിക്കുലർ മാസ് ഒക്കെ ഉണ്ടാവും ഇനീഷ്യലി. അപ്പോൾ ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോഴുള്ള മാസും ഉണ്ടാവും. സോ എല്ലാം 1, 2 എന്നാക്കി കണ്ടീഷനാണ് എടുക്കുന്നത്. ഓക്കെ, ഇനീഷ്യലി കണ്ടീഷൻ എൻ്ററിങ്ങും ലീവിങ്ങും അല്ല. സോ ഇനീഷ്യലി ഇൻസൈഡ് എ ബോട്ടിൽ ദർ വിൽ ബി എ മാസ്, ദർ വിൽ ബി എ ടെമ്പറേച്ചർ, ദർ വിൽ ബി എ വോളിയം, ദർ വിൽ ബി എ സ്പെസിഫിക് വോളിയം, ദർ വിൽ ബി എ പ്രഷർ, ടെമ്പറേച്ചർ, എനർജി, എക്സെട്ര എവറിത്തിങ് അണ്ടർ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുക. നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ, ദാറ്റ് മീൻസ് ആഫ്റ്റർ ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആഫ്റ്റർ പ്രോസസിങ് എടുക്കുക, ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കുക. ഓക്കെ, അതാണ് നമ്മൾ എടുക്കുന്നത്. സോ പോയിന്റ് നമുക്ക് എഴുതുമ്പോൾ ഓരോന്നോരോന്നായിട്ട് എഴുതാം. അതായത് ഫസ്റ്റ് വൺ എൻ്ററിങ് കണ്ടീഷനും ലീവിങ് കണ്ടീഷനും നമുക്ക് ഒരുപോലെ തന്നെ എഴുതാം. ഓക്കെ, എൻ്ററിങ് ആൻഡ് ലീവിങ് ആണ് ഓരോന്ന് എഴുതുന്നത്. സോ ഏതാണെന്ന് നമുക്ക് അറിയുന്ന കാര്യം എഴുതുന്നത്. സോ M1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മാസ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, സോ M2 എന്തായിരിക്കും? ഫൈനൽ മാസ് ഓഫ് ദി ഫ്ലൂയിഡ് ആഫ്റ്റർ ഫൈനൽ മാസ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, ഞാൻ എഴുതുന്നില്ല, മനസ്സിലാക്കുക. സോ U1 ഈക്വൽ ടു ഇനീഷ്യൽ ഇന്റേണൽ എനർജി, U2 എന്തായിരിക്കും? ഫൈനൽ ഇന്റേണൽ എനർജി. ഓക്കെ, അതേപോലെ തന്നെ പ്രഷർ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എഴുതാൻ പാടില്ല കേട്ടോ. P1 P2 ഇനീഷ്യൽ ബോട്ടിനകത്തെ കണ്ടീഷൻ തന്നെയാണ് എടുക്കുന്നത്, ഇനീഷ്യൽ കണ്ടീഷനും ഫൈനൽ കണ്ടീഷൻ. P2 എന്ന് പറയുമ്പോൾ ഫൈനൽ. അതേപോലെ ടെമ്പറേച്ചർ T1 ഇനീഷ്യൽ, ടെമ്പറേച്ചർ T2 മീൻസ് ഫൈനൽ. V1 സ്മോൾ V1 സ്പെസിഫിക് വോളിയം, ഇനീഷ്യൽ സ്പെസിഫിക് വോളിയം. V2 മീൻസ് ഫൈനൽ സ്പെസിഫിക് വോളിയം. ഓക്കെ, സോ ഇത്രയാണ് മാസ് ഇന്റേണൽ എനർജി, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഓക്കെ, മൂന്നാമതൊരു കണ്ടീഷൻ കൂടി നമ്മൾ എടുക്കുകയാണ്, മൂന്നാമതൊരു സെക്ഷൻ കൂടി എടുക്കുകയാണ്. ദാറ്റ് മീൻസ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതി വെക്കുക. അതായത് മാസ്, വോളിയം, സ്പെസിഫിക് വോളിയമാണ്. ഓക്കെ, എടുക്കുന്ന കണ്ടീഷൻ പറഞ്ഞാൽ ഫ്ലോ നടക്കുമുള്ള കണ്ടീഷൻ. അത് സെയിം കണ്ടീഷന് ഡാഷ് ഇട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്, ഫൈനൽ കണ്ടീഷൻ ഇൻസൈഡ് എ പെർട്ടിക്കുലർ ബോട്ടിൽ. ആൻഡ് ദാറ്റ് ഫ്ലോ നടക്കുമുള്ള കണ്ടീഷൻ. ദാറ്റ് ഈസ് സെയിം തിങ്. ഇത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ഇത് കുറച്ച് മാറ്റങ്ങൾ. അതായത് അകത്തേക്കാണല്ലോ ഫ്ലോ നടക്കുന്നത്. ഫില്ലിങ് എ ടാങ്ക് ആണ്. സോ പുറത്തുനിന്നാണ് അകത്തേക്ക് വന്നുകൊടുക്കുന്നത്. അപ്പോൾ വരുമ്പോൾ ഇവിടെയുള്ള സംഭവം, ഇവിടെയുള്ള സംഭവം. ഓക്കെ, അവിടെ എന്താണ് M', B', T' എന്നൊക്കെയുള്ള ആ പെർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ട്. സോ P' ഈക്വൽ ടു എൻ്ററിങ് പ്രഷർ, കയറുമ്പോൾ 2-3 ലൈൻ ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ, അത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കലാണ് കുറച്ച് ബുദ്ധിമുട്ട്, ഫിഗർ നോട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ എൻ്ററിങ് പ്രഷർ P1, എൻ്ററിങ്
entering specific volume, okay, and entering temperature T dash, and entering internal energy U dash, okay. H dash ഉണ്ട്, നമുക്ക് എന്താണ് ഇവിടെ ഒരു ഫ്ലോ നടക്കുകയാണ്. ഫ്ലോ നടക്കുമ്പോൾ ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ടാവും, ഒരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, എൻതാൽപ്പി ചേഞ്ച് ഫ്ലോ നടക്കുമ്പോൾ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. സോ H dash entering enthalpy, entering specific enthalpy. ഓക്കെ, ഈ യു ഡാഷ് ഒക്കെ ചെറുതാണ് കേട്ടോ, സ്മോൾ യു ആണ്. ക്യാപിറ്റൽ യു ആണ് ഇന്റേണൽ എനർജി, സ്മോൾ യു എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഇന്റേണൽ എനർജിയാണ്. ഓക്കെ, സ്പെസിഫിക് ഇന്റേണൽ എനർജി, ഇനീഷ്യൽ സ്പെസിഫിക് ഇന്റേണൽ എനർജി. അത് മാസ് ഈക്വൽ ഒരു വാല്യൂ വരുമ്പോഴാണ് നമ്മളത് ക്യാപിറ്റൽ യു ആക്കി എടുക്കുന്നത്. സോ ഇനീഷ്യൽ എൻ്ററിങ് സ്പെസിഫിക് ഇന്റേണൽ എനർജി, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്മോൾ ആയിട്ടുള്ള വരുന്നത്. സോ ഒന്നും കൂടി ഉണ്ടാവും ഫ്ലോ ചെയ്യുമ്പോൾ. എന്താണ് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ടാവും, ദാറ്റ് ഈസ് വെലോസിറ്റി ഉണ്ടാവും അല്ലേ. ഫ്ലോ ചെയ്യുമ്പോൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ കണ്ടീഷൻ നടക്കുന്നത് ബോട്ടിലിനകത്തുള്ള ഫ്ലൂയിഡ് കണ്ടീഷൻ, ദാറ്റ് ഈസ് സ്റ്റേഷനറി. ദർ വിൽ ബി നോ കൈനറ്റിക് എനർജി, ദർ വിൽ ബി നോ വെലോസിറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രോസസ്. സോ ഫ്ലോയിങ് ടൈമിൽ ഒരു വെലോസിറ്റി ഉണ്ടാവും, ദാറ്റ് ഈസ് സി ഡാഷ് ഈക്വൽ ടു entering velocity. സോ ഇത്രയും കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. ഫില്ലിങ്ങിൻ്റെ എംറ്റിങ് നമുക്ക് എടുത്ത കണ്ടീഷൻ, ടോട്ടൽ കണ്ടീഷൻ, ദാറ്റ് ഈസ് ഈ കണ്ടീഷൻ ഒക്കെ മനസ്സിലായല്ലോ. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ബിഫോർ ദ പ്രോസസ്, സെക്കൻഡ് കണ്ടീഷൻ ഈസ് ആഫ്റ്റർ ദി പ്രോസസ്, ആൻഡ് ഡാഷ് കണ്ടീഷൻ ഈസ് എൻ്ററിങ് കണ്ടീഷൻ, ഫ്ലോ ചെയ്യുമ്പോൾ കണ്ടീഷൻ. ആ ഫ്ലോ ചെയ്യുന്ന വേണ്ടി അഡീഷണൽ വരുന്നത് എൻതാൽപ്പിയും വെലോസിറ്റിയും. ഓക്കെ, സോ ഇതിൻ്റെ ഡെറിവേഷൻ വളരെ സിമ്പിളാണ്. നാല് സ്റ്റെപ്പ് ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് first step is the quantity of fluid entering. Quantity of fluid entering means initial condition നമുക്ക് എന്താ ഉള്ളത്, initial condition mass m1 p1 t1 etc. Final condition we have p2 t2 m2 etc. Okay, initial and final condition is there. So what was the എന്തായിരിക്കും ചേഞ്ച് ഇൻ മാസ്, അല്ലെങ്കിൽ വരുന്ന മാസ് എന്തായിരിക്കും? ഇനീഷ്യൽ മാസ് m1 and final mass m2. Okay, initial mass m1 and final mass m2. So what will be the entering mass? Entering mass എന്ന് പറഞ്ഞാൽ m2 മൈനസ് m1 ആയിരിക്കും. ഫൈനൽ മാസ് മൈനസ് ഇനീഷ്യൽ മാസ്. ഇപ്പോൾ ആദ്യം ഇനീഷ്യൽ മാസ് എത്ര ഉണ്ടായിരുന്നു, ഫൈനൽ മാസ് എത്ര കൂടി, അതാണ് വന്നത് അല്ലേ. അപ്പോൾ m2 മൈനസ് m1 വിൽ ബി ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ്. m2 മൈനസ് m1 വിൽ ബി ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ്. m2 മൈനസ് m1 വിൽ ബി ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ്. m2 മൈനസ് m1, അതാണ് നോട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ ഈസ് എനർജി ഓഫ് എൻ്ററിങ് ഫ്ലൂയിഡ്. Energy of entering fluid. Energy means energy of entering SFV equation. നമുക്ക് equation, that is h1 plus c1 square by 2 plus z1 g plus wq എന്നൊക്കെയുള്ള equation, particular equation. Here there will be enter ചെയ്യുമ്പോൾ എന്താണ്, അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ 0 ആണ്. അവിടെ z1 g എന്ന ടേം 0 ആണ്. ദാറ്റ് മീൻസ് ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ്. ഫ്ലോ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഓക്കെ, കൈനറ്റിക് എനർജി മാത്രമേ 1 2 ഒന്നും പറയേണ്ട കാര്യമില്ല. ഡാഷ് ആണല്ലേ, എൻ്ററിങ് കണ്ടീഷൻ ഈസ് ഡാഷ്, സി ഡാഷ്. ഓക്കെ, സി ഡാഷ് ആണ്. സോ എൻ്ററിങ് ഫ്ലൂയിഡിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്, ഒരു അഡീഷണൽ കുറച്ച് സ്പേസ് കൂടി അഡീഷണൽ മുമ്പിൽ ഒരു കാര്യം അത് ചേർക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എഴുതാം ദാറ്റ് ഈസ് യു ഡാഷ് പ്ലസ് പി ഡാഷ് പി ഡാഷ് പ്ലസ് സി ഡാഷ് സ്ക്വയർ ബൈ 2. ഓക്കെ, യു ഡാഷ് പ്ലസ് പി ഡാഷ് പി ഡാഷ് പ്ലസ് സി ഡാഷ് സ്ക്വയർ ബൈ 2. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യൂ എന്നുള്ള ടേം കൊണ്ട് വരാൻ. അതിൻ്റെ കൂടെ നമ്മൾ ഈ z1g ഉണ്ടായിരുന്നു, z1g ഈക്വൽ ടു 0 ആണ്. സോ z1g പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. സോ അത് ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് മാസ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനിലാണ് അല്ലേ. മാസ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. സോ മാസ് ഈക്വൽ ടു പെർട്ടിക്കുലർ മാസ് ഉണ്ടെങ്കിൽ എന്താണ്, ഇതിൻ്റെ കൂടെ മാസും കൂടി എൻ്റർ ആയിട്ട് വരും. ഓക്കെ, നമ്മൾ എടുക്കുന്നത് എന്താ പറയുക, ഹാഫ് എം വി സ്ക്വയർ ആണ് വെലോസിറ്റി. ദാറ്റ് ഈസ് ഹാഫ് സി സ്ക്വയർ mc സ്ക്വയർ ആണ് വെലോസിറ്റി. സോ ഇവിടെ മാസ് ഈക്വൽ ടു 1 എടുക്കുമ്പോഴാണ് c സ്ക്വയർ ബൈ 2 എടുക്കുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. h ഹൈറ്റ് എടുക്കുന്നത് നമ്മൾ z ആണ്.
ആൻഡ് m equal to 1 എടുക്കുമ്പോഴാണ് z into g എന്നാണ് പൊട്ടൻഷ്യൽ എനർജി. സോ m1 ഈ യൂണിറ്റിൽ നിന്ന് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ ഒക്കെ കിട്ടുന്നത്, റൈറ്റ്. സോ ഇഫ് m എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉണ്ടല്ലോ, m ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുമ്പോൾ ഒരു മാസ് ഉണ്ട്. സോ മാസും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, എല്ലാവരും കൂടെ m വരുന്നതാണ്. സോ പുറത്ത് എഴുതിയാൽ മതി m2 - m1 ആണ് മാസ്, അല്ലേ. m2 - m1 ആണ് മാസ്, ക്വാണ്ടിറ്റി ഓഫ് എൻ്ററിംഗ് ഫ്ലൂയിഡ്. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ആക്കി എഴുതിയാൽ മതി. ക്വാണ്ടിറ്റി ഓഫ് എൻ്ററിംഗ് ഫ്ലൂയിഡ് ഈക്വൽ ടു u1 u ഡാഷ് പ്ലസ് p ഡാഷ് v ഡാഷ് പ്ലസ് c ഡാഷ് സ്ക്വയർ ബൈ 2. ഒരു പ്ലസ് ക്യൂ ഉണ്ട്, അല്ലേ. സോ താഴെ അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതാം. ഇഫ് q ഈസ് ദ ഹീറ്റ്, transferred. If Q is the heat transferred, final answer, right? Final answer we can write the final equation as, if Q is the heat transferred, we can write as m2 minus m1 into h dash plus c dash square by 2, okay, plus Q ഈക്വൽ ടു നോക്കിയിട്ട് ഞാൻ ഒരു ഇക്വേഷൻ എഴുതാണ്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക, പഠിക്കേണ്ടായിരുന്നില്ല, കാരണം ഇത് നമ്മൾ എടുക്കുന്നത് ഇന്റേണൽ എനർജി ഫുൾ. ഇപ്പം ഇത് ഉള്ളത് എച്ച് ഡാഷ് എൻതാൽപി പ്ലസ് കൈനറ്റിക് എനർജിയാണ്, അല്ലേ. ക്യൂ എന്നുള്ളത് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യുകയാണ്. സോ എൻതാൽപി പ്ലസ് വെലോസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണ്. സോ അത് നമ്മൾ ടോട്ടൽ ഇന്റേണൽ എനർജി ആക്കി എടുത്തു കഴിഞ്ഞാൽ, വി ക്യാൻ റൈറ്റ് ആസ് m2 u2 മൈനസ് m1 u1. ഓക്കെ, അഡീഷണൽ ആയിട്ട് ക്യൂവും കൂടി അഡീഷണൽ വരുന്നത്, പിന്നെ നമ്മളിത് ചേർക്കുന്നത്, വർക്ക് ഡൺ ഇവിടെ ഇല്ല. സോ ദ ഫൈനൽ ആൻസർ ഈസ് m2 minus m1, that is mass entering, into h dash plus c dash square by 2, that is enthalpy plus a particular potential kinetic energy, that is total എടുക്കാം, ഇന്റേണൽ എനർജി ആയിരിക്കും എടുക്കാം. 1 and 2 ഒന്നും പറഞ്ഞില്ല. സോ നോക്കിയാൽ നമുക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെയൊക്കെ മാറ്റാം. അത് ഈസ് m2 minus m1 into h dash plus c dash square by 2 plus q equal to m2 u2 minus m1 u1. Okay, this is the final equation for എന്താണ് ഫില്ലിംഗ് പ്രോസസ്സിന്റെ ഇക്വേഷൻ ആണ്. ഫില്ലിംഗ് എ ടാങ്ക്, ഓക്കെ, ഫില്ലിംഗ് എ ടാങ്കിന്റെ ഇക്വേഷൻ ആണ്. ഫില്ലിംഗ് എ ടാങ്ക്. സോ ഇതിൽ 2-3 കണ്ടീഷൻ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇഫ് q ഈക്വൽ ടു 0, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു 0. ഇഫ് q ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ, നോ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ്. അത് ഇൻസുലേറ്റഡ് ടാങ്ക് ആണെങ്കിൽ, ആ ബോട്ടിൽ ഇൻസുലേറ്റഡ്, ദാറ്റ് മീൻസ് ബോട്ടിൽ ഈസ് ഇൻസുലേറ്റഡ്. ആകുമ്പോൾ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. സോ ഇഫ് q ഈക്വൽ ടു 0, വി ക്യാൻ കൺവേർട്ട് ദിസ് ഇക്വേഷൻ ആസ് m2 minus m1, q ഒഴിവാക്കി എഴുതാം, h dash plus c dash square by 2 ഈക്വൽ ടു m2 u2 minus m1 u1. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എഴുതാം. ഓൾസോ ഇഫ് ഇനീഷ്യലി ബോട്ടിൽ ഈസ് എം ടി ആണെങ്കിൽ, സോ നമ്മൾ എടുക്കുന്നത് ആദ്യം അത് എം ടി അല്ലാത്ത കേസാണ് എടുക്കുന്നത്, അല്ലേ. അതാണ് ഇനീഷ്യലി അവിടെ ഒരു മാസ് ഉണ്ട് m1 എന്ന് പറയുന്നു, അതിൽ പ്രഷർ ഉണ്ട്, വോളിയം, ടെമ്പറേച്ചർ, എക്സെട്രാ ഇസ് ദർ. ഓക്കെ, അവിടെ നമ്മൾ കൺസിഡർ. അപ്പോൾ അത് ആദ്യം ഒന്നുമില്ലാത്തൊരു എം ടി വാക്വം ബോട്ടിലാണെങ്കിൽ, ഇഫ് ഇനീഷ്യലി ദ ടാങ്ക് ഓർ ബോട്ടിൽ ഇനീഷ്യലി ഈസ് എം ടി ആണെങ്കിൽ എന്താണ്, m1 ഈക്വൽ ടു 0 ആവും, അല്ലേ. m1 ഈക്വൽ ടു 0. ഇനീഷ്യലി ഇഫ് ബോട്ടിൽ ഈസ് എം ടി ആണെങ്കിൽ m1 0 ആവും. അവസാനം വരുന്ന മാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ m1 will be 0, അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ആസ് m2 into h dash plus t dash square by 2 equal to m2 u2. Okay, m1 u1 term will be 0. m1 into u1 term 0 ആവും, m2 u2. സോ ഇതിൽ നമുക്ക് m2 ക്യാൻസൽ ചെയ്യാം. സോ ഇക്വേഷൻ will be h dash plus t dash square by 2 equal to u2. If initially what is empty condition ആണെങ്കിൽ, we can write the equation as h dash plus e dash square by 2 equal to u2. Third condition, last and final condition, if kinetic energy equal to 0. ആണെങ്കിൽ we can write h dash equal to u2. Okay. If kinetic energy equal to 0, we can write this equation as h dash equal to u2. So this is the equation or particular case for a filling a tank or filling a bottle case. So there will be, we are taking two conditions for a particular
അൺസ്റ്റഡി സ്റ്റേറ്റ് ഓർ ട്രാൻസിഷൻ സ്റ്റേറ്റ് നമുക്ക് 2 കണ്ടീഷൻ ഒക്കെ എടുക്കുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ഫില്ലിങ് എ ടാങ്ക്, സെക്കൻഡ് വൺ ഈസ് എംറ്റിങ് എ ടാങ്ക്. കാലിയായ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഇനീഷ്യലി ഒരു കുറച്ച് എന്തെങ്കിലും മാസമുള്ള ബോട്ടിലേക്ക് അകത്തേക്ക് വെള്ളം കയറ്റുന്നതും പുറത്തേക്ക് വെള്ളം കളയുന്നതുമായിട്ട് 2 കേസാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് ഇനീഷ്യലി യു ആർ ടേക്കിംഗ് ദാറ്റ് ഈസ് എംറ്റി ഫില്ലിങ് എ കേസ്, ഫില്ലിങ് എ ടാങ്ക് എടുക്കുന്നു. സോ ഇനീഷ്യലി അവിടെ ഒരു മാസ് ഉണ്ട്, പ്രഷർ, വോളിയം, ഫിസിക് വോളിയമാണ്, ടെമ്പറേച്ചർ എക്സെട്ര ഈസ് ദർ, ആൻഡ് ഫൈനലി ദ പെർട്ടിക്കുലർ സെയിം പ്രോപ്പർട്ടീസ് വിത്ത് റെസ്പെക്ട് ടു പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് 2 ആക്കി എടുക്കുന്ന ഇക്വേഷൻസ് ഉണ്ട്. ഇനി ഫൈനൽ കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷൻ. Thereafter we are taking a dash condition, that is entering condition, flow ചെയ്യുമ്പോൾ കണ്ടീഷൻ എടുക്കുകയാണ്. സോ അതിൽ എൻതാൽപ്പിയും വെലോസിറ്റിയും കൂടി സി ഡാഷ് കൂടി അഡീഷണലി ആഡ് ചെയ്തിരുന്നു. സോ വി ആർ റൈറ്റിംഗ് ദ പെർട്ടിക്കുലർ ഇക്വേഷൻ. ഫ്ലോ ചെയ്യുന്ന കണ്ടീഷനാണ് ഇക്വേഷൻ എന്നത്. ഫ്ലോ ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ക്വാണ്ടിറ്റി ഓഫ് മാസ് എൻ്റർ ചെയ്യുന്നത് ഫൈനൽ മാസ് മൈനസ് ഇനീഷ്യൽ മാസ് m2 minus m1 ആണ്. സോ എനർജി വി ക്യാൻ റൈറ്റ് ദ പെർട്ടിക്കുലർ എനർജി ഇക്വേഷൻ ഇൻറ്റു m ഇൻറ്റു പെർട്ടിക്കുലർ ഇക്വേഷൻ ആണ്. സോ m എന്ന് പറയുന്നത് ഇവിടെ m2 minus m1 ആണ്. m2 minus m1 ഇൻറ്റു u ഡാഷ് ഇന്റേണൽ എനർജി പ്ലസ് V dash pressure volume product plus that is chemical energy plus C dash square by 2 kinetic energy plus നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇല്ല, Z1 to G എന്നുള്ള ടേം ഇവിടെ ഇല്ല. ദാറ്റ് മീൻസ് ഫ്ലോ ചെയ്യുന്നതാണ്, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഇനി ഫ്ലോ ചെയ്യാത്ത കേസാണെങ്കിലോ അവിടെ രണ്ടും ഇല്ല അല്ലേ, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി ഇല്ല. അപ്പം പ്ലസ് ക്യൂ കൂടി ഉണ്ടാവും. പ്ലസ് ക്യൂ ഈക്വൽ ടു വി ആർ റൈറ്റിംഗ് പെർട്ടിക്കുലർ ഇക്വേഷൻ ആസ് m2 u2 minus m1 u1. സോ അതാണ് ഇക്വേഷൻ. സോ അതിൽ കണ്ടീഷൻസ്. സോ ഇവിടെ ക്യൂ 0 ആണെങ്കിൽ ഇക്വേഷൻ സോ എം ടി ആണ്, ഇനീഷ്യലി എം ടി ആണെങ്കിൽ m1 0 ആവും, m1 0 ആയിട്ട് മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ദിസ് ഇസ് എ കണ്ടീഷൻ ഫോർ എ filling process. Okay. കട്ടാവുന്നില്ല ക്ലാസ്? ഇല്ല സർ. ഓക്കെ, ശരി. എനിക്ക് നെറ്റ്വർക്കിന് ഭയങ്കര പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വേറെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഔട്ടായിരുന്നു ക്ലാസ്സിൽ നിന്ന്, ഇവിടെ ഇരിക്കുന്നുണ്ടാവും. സോ അടുത്തൊരു കണ്ടീഷൻ എഴുതുമ്പോൾ ഫില്ലിങ് എ ടാങ്ക്, എംറ്റിങ് എ ടാങ്ക് ആണ്. സെയിം ഇക്വേഷൻ തന്നെ എടുക്കുന്നത് കേട്ടോ, സെയിം ഇക്വേഷൻ തന്നെ എടുക്കുന്നത്, സെയിം ഇക്വേഷൻ തന്നെ എടുത്ത് മതിയാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. എംറ്റിങ് എ ടാങ്ക്, എംറ്റിങ് എ ടാങ്ക് എടുക്കുകയാണെങ്കിൽ എന്താണ് വ്യത്യാസം? സെയിം ഇക്വേഷൻ തന്നെ വരും. എന്താണ്? അനലോഗസ് ടു ഫില്ലിംഗ് ടാങ്ക്. നമുക്ക് എഴുതാം അനലോഗസ്, സെയിം ഇക്വേഷൻ. നമുക്ക് ആ സെയിം ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ അനലോഗസ് ടു ഫില്ലിംഗ് എ ടാങ്ക്, ഫില്ലിംഗ് എ ടാങ്ക് എടുക്കുമ്പോൾ we can write emptying equation as അനലോഗസ് ടു ഫില്ലിംഗ് എ ടാങ്ക്. അതായത് അതിനെ കമ്പയർ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താണ് വ്യത്യാസം വരുന്നത്? ഓക്കെ, ഫിഗർ ഞാൻ വെറുതെ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ ഞാൻ വെറുതെ വരക്കാം. അപ്പുറത്ത് ഫിഗർ പേജ് മാറിക്കാൻ നിൽക്കാത്തതുകൊണ്ട്. സോ ഇനീഷ്യലി നമ്മൾ ഇതൊക്കെ ഉണ്ടാവും. അകത്തേക്ക് ഫ്ലോ, ഫിഗറൊക്കെ സെയിം തന്നെ, അകത്തേക്ക് ഫ്ലോ വന്നവരും ഇവിടെ പുറത്തേക്കുള്ള ഫ്ലോ നടക്കുന്നത് എം ഡാഷ് യു ഡാഷ് ഒക്കെ സെയിം തന്നെ. ഇനീഷ്യലി അകത്തേക്കുള്ള പുറത്തേക്ക് നോക്കി എടുക്കുന്നു. പക്ഷെ എന്താണ് കണ്ടീഷൻ? ഇനീഷ്യലി നമുക്ക് എന്താ ഉണ്ടാവുക? ഇനീഷ്യലി m1 ഉണ്ടാവും, ഇനീഷ്യലി m1 തന്നെയാണ്. ഫൈനൽ കണ്ടീഷൻ m2 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എടുത്തത് ഫില്ലിംഗ് എ ടാങ്ക് ആണ്. ഫില്ല് ചെയ്യുമ്പോൾ എന്താണ്? ഇനീഷ്യലി ഒന്നുമില്ല. അപ്പം m1 ഒക്കെ ആദ്യമുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ ചെറുതാണ്, മാസ് വളരെ ചെറുതാണ് അല്ലേ. ഇനീഷ്യലി ചിലപ്പോൾ വെയില്ലോ. അപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കണ്ടീഷൻ m2 ആണ് അധികം. ഓക്കെ, m2 ആണ് അധികം അല്ലേ. m1 ചെറുതാണ്, m2 ആണ് അധികം. ഈ കേസിലോ ആദ്യം ഫുള്ളാണ് ബോട്ടിൽ, അവിടുന്ന് കുറച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇനീഷ്യലി m1 ആണ് അധികം, ഫൈനൽ കണ്ടീഷൻ m2 ആണ് 0 അല്ലെ. 0 അല്ല, കമ്പയർ ചെയ്യുമ്പോൾ ചെറുത് അല്ലേ. ആ ഒരു ചേഞ്ച് മാത്രമേ ഈ ഇതിൽ വരുള്ളൂ. ഇനീഷ്യലി ഫില്ല് ചെയ്യുന്ന കേസിൽ ആദ്യം ഒന്നുമില്ല, m1 വളരെ ചെറുതാണ്, ഫൈനൽ കണ്ടീഷൻ m2 ആണ് വലുത്. ഇവിടെ ഫില്ല് ചെയ്ത് മൊത്തം പുറത്തേക്ക് കളയാണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ ഫില്ല് ചെയ്ത കണ്ടീഷനാണ് m1 ആണ്, ഫൈനൽ കണ്ടീഷൻ ഈസ് പുറത്തേക്ക് എടുത്ത കണ്ടീഷനാണ്, അതായത് m2 ആണ്. സോ ഇനീഷ്യലി m1 ആണ് അധികം, m2 അല്ല അധികം. പക്ഷേ m2 മൈനസ് m1 നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വാല്യൂ ആയി പോകും, കാരണം m1 ആണ് അധികം ഉണ്ട്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നിറച്ച കണ്ടീഷൻ, പിന്നെ കുറഞ്ഞു വരികയാണ്. സോ ഇനീഷ്യലി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ ഓപ്പോസിറ്റ് ഇട്ട് കൊടുത്താൽ മതി. m2 മൈനസ് m1 എന്നത് m1 മൈനസ് m2 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അവസാനം m2 u2 എന്നുള്ളത്
M2 U2 minus M1 U1 എന്നുള്ളത് M1 U1 minus M2 U2 എന്ന് എടുത്താൽ മതി. സെയിം ഇക്വേഷൻ തന്നെ, വേറെ വ്യത്യാസം ഒന്നും വരാനില്ല. സോ വി ക്യാൻ റൈറ്റ് ആസ് ഹിയർ M1 greater than M2. M1 greater than M2. Okay, M1 greater than M2. So we can write the equation as M1 minus M2 of same equation. H dash plus C dash square by 2 plus Q equal to M1 U1 minus M2 U2. Okay, M1 U1 minus M2 U2. ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. M1 U1 minus M2 U2. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ അറിയാലോ. എച്ച് ഡാഷ് എന്താണ്? എൻതാൽപ്പി ഓഫ് സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് ലീവിങ് അല്ലേ, നേരത്തെ എൻറ്ററിങ് ആയിരുന്നു, ഇവിടെ ലീവിങ്. സി ഡാഷ് എന്താണ്? വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ലീവിങ്. ഓക്കെ, എവറിത്തിങ് ലീവിങ്. എച്ച് ക്യൂ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് ദ ലീവിങ് പ്രോസസ്. ലീവ് ചെയ്യുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. ആദ്യമുള്ളൊക്കെ എൻറ്ററിങ് ആണ്, ഇവിടെയൊക്കെ ലീവിങ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എഴുതുകയാണെങ്കിൽ നേരത്തെ കണ്ടീഷൻ മൊത്തം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ ഇക്വേഷൻസ് ഒക്കെ എഴുതാം. കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാം അല്ലേ. കണ്ടീഷൻസ് ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്യാം. കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ കിട്ടും. നമുക്ക് അതായത് സേവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എച്ച് ഡാഷ് ഇക്വൽ ടു U2 എന്ന് കിട്ടുന്നുണ്ട്. ഈ അവസാനം ലാസ്റ്റ് കണ്ടീഷൻ എച്ച് ഡാഷ് കൂടി U2. നമുക്ക് നേരത്തെ ഓപ്പോസിറ്റ് ആയിട്ട് എച്ച് ഡാഷ് കൂടി U1 ആണ് കിട്ടുക ഈ കണ്ടീഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, അത് എഴുതുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ മൊത്തം എഴുതുകയാണെങ്കിൽ ഈ ഫുള്ളി എംറ്റിങ് ടാങ്ക് എല്ലാം എംറ്റി ചെയ്യാൻ M2 0 ആക്കുക. ഫുള്ളി എംറ്റിങ് ടാങ്ക് M2 equal to 0. ഫുള്ളി എംറ്റിങ് ടാങ്ക് ആണെങ്കിൽ നോ ഹീറ്റ് ട്രാൻസ്ഫർ. എല്ലാ കേസും നമുക്ക് ഒരുമിച്ച് എടുക്കാം. നോ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് നെഗ്ലിജിബിൾ കൈനറ്റിക് എനർജി ആൻഡ് നെഗ്ലിജിബിൾ എക്സിറ്റ് വെലോസിറ്റി ആണെങ്കിൽ, നേരത്തെ 3 കണ്ടീഷൻ ആക്കി എടുത്തത് നമുക്ക് ഒറ്റ കണ്ടീഷൻ ആക്കി എടുക്കണം. നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ എച്ച് ഡാഷ് കൂടി U1 എന്ന് കിട്ടും. ഓക്കെ, ഇതേ സെയിം സെറ്റ് 3 കണ്ടീഷൻ ചെയ്തു. ഫസ്റ്റ് കണ്ടീഷൻ Q equal to 0 ആണെങ്കിൽ അതാണ് Q അങ്ങ് പോകും. നമ്മൾ M1 minus M2 equal to ഇക്വേഷൻ കിട്ടും. ഇനീഷ്യലി ബോട്ടിൽ എംറ്റി ആണെങ്കിൽ M2 ആണ് 0 ആവുക, M1 അല്ല 0 ആവുക. ഇനീഷ്യലി 0 ആവുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഫൈനൽ കണ്ടീഷൻ ആണ് 0 അല്ല നമ്മൾ എടുക്കുന്നത്. ഫൈനൽ കണ്ടീഷൻ 0 ആണ് എടുക്കുകയാണെങ്കിൽ M2ന്റെ വാല്യൂ 0 ആവും. അപ്പോൾ M2ന്റെ വാല്യൂ 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ M1ന്റെ ഇക്വേഷൻ ആയിരിക്കും. പിന്നെ രണ്ടാമത് കിട്ടുന്നത് കൈനറ്റിക് എനർജി കൂടി 0 ആകുമ്പോൾ ആൻഡ് എച്ച് ഡാഷ് കൂടി U1 കിട്ടും. ഓക്കെ, ദിസ് ഇസ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് 2 types of unsteady flow process. Okay, 2 types of unsteady flow process, that is filling a tank and emptying a tank. ഫില്ല് ചെയ്യുമ്പോഴും എംറ്റിങ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഹിയർ. സോ നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലം മാസ് ഡിഫറൻസ്, ഒരു ഫില്ല് ചെയ്യുമ്പോഴുള്ള മാസ് ഡിഫറൻസ്, ഫില്ല് ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ് ഒക്കെയാണ് ചോദിക്കാൻ സാധ്യത. ഈ ഏരിയയിൽ ചോദിക്കാൻ സാധ്യത. അപ്പോൾ ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റൻ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. സോ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യം മനസ്സിലായിരിക്കും. ഒരു പ്രോബ്ലം ചെയ്താൽ നമുക്ക് ഏരിയയും കൂടി അങ്ങ് ക്ലിയർ ആവും. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ തിയറി പോർഷൻ പോയിട്ട് നമുക്ക് അത് മുഴുവൻ വൈൻഡപ്പ് ചെയ്യാം. സോ പ്ലീസ് ലേൺ എ പ്രോബ്ലം റിലേറ്റഡ് ടു ദിസ്. പ്രോബ്ലം എഴുതി വെക്കാം. നമുക്ക് പ്രോബ്ലം ഒക്കെ അടുത്ത ദിവസം കംപ്ലീറ്റ് ചെയ്യാം, പക്ഷേ പ്രോബ്ലം എഴുതി വെക്കാം. ഓക്കെ, ആൻ എയർ റിസീവർ ഒരു ബോക്സോ എന്തോ എടുത്തോ, എയർ റിസീവ് ചെയ്യുന്ന സംഭവം. എയർ റിസീവർ ഓഫ് വോളിയം, an air receiver of volume 5.5 meter cube contains air at 16 bar and 42 degrees Celsius. Okay, a valve is opened. ഇനീഷ്യലി ഒരു കണ്ടീഷൻ ഉണ്ട്, വോളി ആണെന്നുള്ളത് മാസ് അല്ല, ഇനീഷ്യൽ വോളിയൊക്കെ തന്നിട്ടുണ്ട്. സോ വാൾവ് ഈസ് ഓപ്പൺ ആൻഡ് സം എയർ ഈസ് അലൗഡ് ടു ബ്ലോ out to atmosphere. Okay, the pressure of the air in the receiver drops. Pressure of air in receiver drops rapidly to 12 bar. Pressure കുറഞ്ഞ് 12 bar എത്തി. P1 P2. Okay, P2 when valve is closed.
ക്ലോസ് ചെയ്തപ്പോൾ ഫൈനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വാൾവ് ഈസ് ക്ലോസ്ഡ്. ഒരു കണ്ടീഷൻ ഫ്ലോ നടന്നു കഴിഞ്ഞപ്പോൾ വാൾവ് ക്ലോസ് ചെയ്തപ്പോൾ ഫൈനൽ കണ്ടീഷൻ പറഞ്ഞാൽ പ്രഷർ P2 ഇത്രയായി എന്നാണ് അർത്ഥം. ഓക്കെ, 16 ബാറുള്ളത് 12 ബാറായി കുറഞ്ഞു. സോ കാൽക്കുലേറ്റ് മാസ് ഓഫ് എയർ വിച്ച് ഹാസ് ലെഫ്റ്റ് റിസീവർ. മാസ് ഓഫ് എയർ ലെഫ്റ്റ് ദ റിസീവർ, പുറത്തേക്ക് പോയ മാസ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ചോദ്യം പറഞ്ഞാൽ എയർ റിസീവർ ഉണ്ട്. സോ എയർ റിസീവർ വി ക്യാൻ ടേക്ക് ഇറ്റ് എസ് എ ടാങ്ക്. ഒരു ടാങ്ക് ആക്കി എടുക്കാം. ഓഫ് വോളിയം, ആ ടാങ്കിന്റെ വോളിയമാണ് 5.5 meter cube. കണ്ടെയ്ൻസ് എയർ അറ്റ് 16 bar and 42 SST. P1 and T1 is given. Valve is opened and some air is allowed to blow out to atmosphere. കുറച്ച് എയർ പുറത്തേക്ക് പോയി. The pressure of air is received now rapidly കുറഞ്ഞു. അത്രയ്ക്ക് 12 ബാറിലേക്ക് കുറഞ്ഞു. So P1 P2 ആയി. So here we want to find the total mass leaved. ഇനീഷ്യൽ മാസ് കണ്ടുപിടിക്കണം. ഇനീഷ്യൽ മാസ് തന്നിട്ടില്ല, വോളിയം ഓഫ് ടാങ്ക് തന്നിട്ടില്ല. ഇനീഷ്യൽ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, ഫൈനൽ മാസം കണ്ടുപിടിക്കുക, കുറച്ച് കഴിഞ്ഞാൽ ദ മാസ് പുറത്തേക്ക് പോയത് കിട്ടും. സോ വി ക്യാൻ ഡു ദ പെർട്ടിക്കുലർ പ്രോബ്ലം ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.